ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു അടിപൊളി ഒരു രാവ്, അതായത് വെളുപ്പാങ്കാലത്ത് ക്രിസ്മസിന്റെ അറിയാലോ, നമ്മൾ ക്രിസ്ത്യൻസിന് നസ്രാണികൾക്ക് പാതിര കുർബാന എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഈ പാതിര കുർബാനയ്ക്ക് പള്ളിയിൽ ഒരുമാതിരിപ്പെട്ട നസ്രാണികളൊക്കെ അന്ന് വരും. ഏഹ് അപ്പോ അങ്ങനെ നിൽക്കുമ്പോ, ഒരു കുർബാനയ്ക്ക് നിൽക്കുമ്പോ നമ്മുടെ കാനഡയില് പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഒരു നമ്മുടെ പ്രായക്കുള്ള ഒരാള് ആളിങ്ങനെ ശ്രദ്ധിച്ചപ്പോ കുറച്ച് 2K കിഡ്സ് അപ്പുറത്ത് വന്ന് നിൽപ്പുണ്ട്. അവര് പള്ളിയിൽ കയറിയപ്പോ തൊട്ടേ മൊബൈലില് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ, ഏത് പാതിരക്ക് 12 മണിക്ക് ഭയങ്കരമായിട്ട് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് മെസ്സേജ് അയക്കലായിരിക്കാം, എന്തോ അതിനകത്ത് വല്ലാണ്ടുള്ള കളികളും കാര്യങ്ങളും. പിന്നെ അവിടെ ഇരുന്നിട്ട് നോർമൽ ലെവലിൽ കുർബാനയ്ക്ക് ഇരിക്കുന്ന പോലെയല്ല അവര് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഇവരത് നോട്ട് ചെയ്തു. എന്നിട്ടുണ്ടാവും ചോദിച്ചു, പിള്ളേരുടെ ഒരു കുന്തളിപ്പല്ലേ, എന്തിനായിക്കോട്ടെ അവർ മൈൻഡ് ചെയ്തില്ല. അപ്പോ അങ്ങനെ പോയി. ഈവൻ ഞങ്ങൾ ഈ കുർബാനയുടെ ഇടയ്ക്കുള്ള സാധനം കുർബാന സ്വീകരണം എന്ന് പറയും, ഇങ്ങനെ കൈ കൂപ്പി പോയിട്ട് ഇങ്ങനെ നാക്കി നീട്ടിട്ട് അപ്പം മേടിക്കുന്ന പരിപാടി ഉണ്ട്. അതിന് പോകുമ്പോ ഉൾപ്പെടെ ഇവര് ഫോണേക്ക് നോക്കിയിട്ടാണ് പോണേ. അത്രയും നികൃഷ്ടമായൊരു ലെവലിലുള്ള ഒരു പോക്കായിരുന്നു അത്. അപ്പോ അവരതൊക്കെ വിട്ടു, നമ്മുടെ വിഷയമൊന്നുമല്ല കേട്ടാ. അങ്ങനെ വിട്ട് കുർബാനയ്ക്ക് ഇവര് ഫ്രണ്ട്സൊക്കെ കണ്ടു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു, കേക്കും കഴിച്ച് ഇങ്ങോട്ട് വണ്ടി എടുത്ത് പതുക്കെ. അപ്പൊ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞെ പിള്ളേരുണ്ട് കണക്കിന്, എടുത്ത് കിടത്തി പിടിച്ച് വണ്ടിയിലേക്ക് ഇട്ടിട്ട് കാർ സീറ്റൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് കേറി വണ്ടി എടുത്ത് ഇങ്ങനെ വരികയല്ല. പെട്ടെന്ന് ഒരു കാറ് ചടപടയെന്നും പറഞ്ഞിട്ട് ഒരു മുന്നിൽ ഒരു വര വന്നു. ഒന്നാമത് ഭയങ്കര സ്നോ ആണ്, ഐസാണ്, പിടിച്ചാലും കിട്ടില്ല. തട്ടിയില്ല എന്നുള്ള മാതിരി വണ്ടിയോട് നിന്നു. വണ്ടീനെ ഇറക്കുമ്പോഴേക്കും പെട്ടെന്ന് വന്ന് നിന്നു. അപ്പൊ ഇവൻ നോക്കിയപ്പോ നേരത്തെ കണ്ട 2K കിഡ്സ് ആണ്. അപ്പൊ ഇവന്റെ അത്ര നേരം ഉണ്ടായിരുന്ന ക്ഷമ നശിച്ചു. അവിടെ ഉണ്ട് എന്തൂട്ടുണ്ടാ കാണിക്കണേ എന്നുള്ളതിൽ ചോദിച്ചു. അലമ്പയിലേ അവന്മാരിറങ്ങി, താനാരോടോ, താൻ അങ്ങനെ പറയാൻ, താനാരോടോ, താൻ ഇങ്ങനോട് ഇറങ്ങണോ പിടിക്കണോ എന്ന് പറഞ്ഞു. അപ്പൊ ഫാമിലിയാണ്, നീ വിട്ടുപിടിക്കണം. അപ്പൊ പള്ളിയിൽ നിന്നുള്ള ആൾക്കാരും കൂടി ഇടപെട്ടിട്ട് പൊക്കടാ എന്നും പറഞ്ഞിട്ട്, വെറുതെ അടിപൊളിക്കണ്ട, പോയി നല്ല ദിവസമായിട്ട് നശിപ്പിക്കണ്ട, പോന്ന് പറഞ്ഞിട്ട് പറഞ്ഞേച്ചു. അങ്ങനെ ഇവര് ഫാമിലി ഭാര്യയും ഭർത്താവും പറഞ്ഞു, എന്നാല് പിള്ളേരുടെ കാര്യങ്ങൾ ഏതെന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് കഴിയല്ല. ആ പള്ളിയുടെ ഏരിയയും കഴിഞ്ഞ് റോട്ടിക്കാണ് എത്തുകയല്ല, പിന്നാലെ ഒരു കാറ് വന്നു. ഇങ്ങനെ എന്താ പറയാ, മുട്ടിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പുറകെ വന്നിട്ട്. അപ്പൊ ഇവൻ പതുക്കെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി കൊടുത്തു. അപ്പൊ ഓവർടേക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പാരലായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഈ കുന്തളിപ്പ്. അപ്പൊ പതുക്കെ വണ്ടി എടുത്തപ്പോ കൂടെ ഗ്ലാസ് വെച്ചിട്ട് വാടാ റേസിങ്ങിന് വാടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അപ്പൊ അതിന് അവൻ തയ്യാറായപ്പോ ആവാണ്ടായപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചെങ്കില്, ഇവര് മുന്നിൽ പോയിട്ട് 2 ലൈനാ ആ റോഡില് 6 ടാഗ് കളിക്കില്ലേ നമ്മള്, അത് കളിക്കുക, അതിനിടയ്ക്ക് വെച്ച് ബ്രേക്ക് ഔട്ടുക. അങ്ങനെ കുറെ നേരം ഇവനെ കൊണ്ടുപോയി. അപ്പോഴും ഇവന് ദേഷ്യം വരുന്നുണ്ടാവും. ഭാര്യ പറഞ്ഞു, വെറുതെ വേണ്ട, പാതിരിയാണ് സമയം, പിള്ളേര് ഉറങ്ങി കിടക്കേണ്ട പുറകില്, മിണ്ടാണ്ടിക്കുക, അത് വല്ല എന്താ പറയാ വല്ലതൊക്കെ അടിച്ചുള്ള കേസാവും, അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇവരടക്കി വെച്ചിട്ട് റോഡിൽ വണ്ടി ഫുൾ സ്റ്റോപ്പ് ചെയ്തു. ഇവര് ഒരു രീതിയിലും പ്രൊവോക്ക് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ റേസിങ്ങിന് അല്ലെങ്കിൽ അങ്ങനെ കിട്ടണില്ല എന്ന് കണ്ടപ്പോ ഫുൾ സ്റ്റോപ്പ് ചെയ്തപ്പോ സത്യം പറയുമ്പോൾ പേടിച്ചു. പക്ഷെ ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ നിന്നു. അവൻ കുറച്ച് 2 സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് അടിക്കില്ല നമ്മള്, ഹൈ ബീം, അതിങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വണ്ടി എടുത്തു. വീണ്ടും അങ്ങനെ പോയി ആ ഒരു സൈഡിലേക്ക് ഒതുക്കി. അപ്പൊ ഇവൻ ഇങ്ങനെ കയറിപ്പോയിട്ട് മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കേറല്ല നോക്കിയപ്പോ അവിടെ പോലീസ് കിടപ്പുണ്ട് കാറിൽ. ഇവന് പെട്ടെന്ന് തോന്നിയൊരു ഇതിലും വേഗം ഈ ഹൈ ബീം ഇങ്ങനെ ഫ്ലാഷ് വേണ്ടിട്ട് ഹോൺ നീട്ടി അങ്ങ് പിടിച്ചടിച്ചു. എന്നിട്ട് ഈ പോലീസിന്റെ തൊട്ടപ്പുറത്തായിട്ട് കൊണ്ട് വണ്ടി അങ്ങ് ഒതുക്കി. ആ പോലീസ് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. പോലീസ് ഉടനടി ലൈറ്റ് ഇട്ടു. ഇതിന്റെ പുറകില് ഈ നമ്മുടെ കുന്തളിപ്പ് പിള്ളേരും വരുന്നുണ്ടായിരുന്നു. അപ്പോ പോലീസ് വന്നു, ലൈറ്റ് ഇട്ടു. എന്താ പോലീസ് പെട്ടെന്ന് തന്നെ വെച്ചാൽ, സാധാരണ നിലയ്ക്ക് പോലീസ് ഒന്ന് ലൈറ്റ് ഇട്ട് അവർ നമ്പർ പ്ലേറ്റ് നോക്കി അത് പിടിച്ചേക്ക് വരും. ഇതിപ്പോ എമർജൻസി ആണെന്ന് തോന്നിയോണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ വന്നു. എന്താ കാര്യം ചോദിച്ചു. അപ്പോ അവൻ പറഞ്ഞു, പുറകിലത്തെ വണ്ടിക്കാര് ഭയങ്കരമായിട്ട് കുറെ നേരം എന്നെ ചേസ് ചെയ്യണു, എന്നെ ഇങ്ങനെ ഫ്രണ്ടില് ഇങ്ങനെ ബ്രേക്ക് ചെക്ക് നടത്തി 6 ടാഗ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് വരണേ, പള്ളിയിൽ നിന്ന് വരുന്നത്, മിഡ്നൈറ്റ് മാസ് വരുന്നതാ. ഓക്കെ, നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു പോലീസുകാരത്ത് ഇങ്ങനെ നോക്കി അടിച്ചു നോക്കും, ടോർച്ച് അടിച്ചു നോക്കി, കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഫാമിലിയാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മറ്റേ വണ്ടീനെ ഫുൾ ഓവർ ചെയ്യണം. അതിനുശേഷം ആ പിള്ളേരുടെ അവസ്ഥ എന്താ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അറിയില്ല. എന്നോട് ഈ കാര്യം പറഞ്ഞ പുള്ളിക്കും അറിയില്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. എന്താ കാരണം എന്ന് വെച്ചെങ്കില് 2-3 പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്.
ഒന്നാമത്തെ കാര്യം ഒരു എന്താ പറയാ കമ്മ്യൂണിറ്റി ത്രെട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് ത്രെട്ടായിട്ട് രീതിയിൽ ഡ്രൈവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ഈ സ്റ്റുഡന്റ് പിള്ളേരാണ് പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാം, നൈസായിട്ട് ഡീപ്പോർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, അതായത് ഇപ്പൊ മക്കളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, നിങ്ങൾ കഞ്ചാവാണ് അടിച്ചുള്ള അടിപൊളിയാ മക്കളെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോലീസ് പറഞ്ഞയച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. മിക്കവാറും നടക്കില്ല. നല്ല രീതിയിൽ ഒരു ചാർജും കൊടുത്ത് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കേസും തലവെച്ച് കൊടുത്തിട്ടുണ്ടാവും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ US-ന്ന് രഞ്ജിനി ശ്രീനിവാസ് കൊണ്ട് കർണാടകക്കാരി നൈസായിട്ടും നാട്ടിൽ കയറിപ്പോയി. നിങ്ങളൊന്ന് ആലോചിക്കണം, അതായത് അമേരിക്കയില് ഒരു ഉപരിപഠനത്തിന് വന്ന PhD ചെയ്യാൻ വന്നതാണ്. അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓൾറെഡി മാസ്റ്റേഴ്സ് എടുത്ത് അതിനുശേഷം ഈ പറഞ്ഞ കൊളംബിയ യൂണിവേഴ്സിറ്റിയില് ഈ പറഞ്ഞ PhD എടുക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പെൺകുട്ടി ഒരു പാലസ്തീന പ്രൊട്ടസ്റ്റിന്റെ സംഭവം ഉണ്ടായാലും ഇവിടെ ആ സമയത്ത് US-ല് ഒരു പ്രൊട്ടസ്റ്റ് അറേഞ്ച് ചെയ്തു, അത് ഓർഗനൈസ് ചെയ്തു. അപ്പൊ അതിനുശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് സമരയ്ക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി. ഡെത്ത് അമേരിക്ക മറ്റേത് മറിച്ചുകൊണ്ട് വിളിച്ചു കൂവിയപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ട്രംപ് വന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ ട്രംപിന്റെ ആൾക്കാർ കംപ്ലീറ്റ് ഈ ടീമുകൾ അങ്ങോട്ട് പൊക്കിന്ന് മാത്രമല്ല, ഇവരുടെ മെയിൻ പ്രസിഡന്റ് പോലത്തെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അതിനെ ഫസ്റ്റ് പൊക്കി. അവനെ പൊക്കി കഴിഞ്ഞ് എന്നിട്ട് ഇവര് പറഞ്ഞു ഞങ്ങളൊരു ആപ്പ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഈ ആപ്പിനകത്ത് നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തേക്ക് നിങ്ങളുടെ ചെലവിൽ ഫ്ലൈറ്റ് കയറി പോവാം. അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാല് പണ്ടൊരു 140 കൊണ്ടുവന്നില്ലേ ചങ്ങലക്ക് ഇട്ടിട്ട് അതേമാതിരി പോകേണ്ടി വരും. അപ്പൊ എന്തായി, ബുദ്ധിയുള്ള നമ്മുടെ രഞ്ജിനി ശ്രീനിവാസ് എന്ത് ചെയ്തു, വേഗം ഈ ആപ്പിൽ കയറി അങ്ങ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് സ്വന്തം ചെലവില് നേരെ നാട്ടിലേക്ക് കയറിപ്പോയി. എന്തോരം സ്വപ്നങ്ങളുമായിട്ട് സാധാരണ ഒരു എന്താ പറയാ കുഞ്ഞൊരു കോഴ്സ് എടുത്ത് വന്നതല്ല, PhD ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. എത്രമാത്രം സ്വപ്നങ്ങളും കണ്ടിട്ട് എന്തെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്ത് എത്രമാത്രം കാശും ചെലവാക്കിയിട്ടാണ് അവിടേക്ക് വന്നത്. ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയതിന്റെ ഭാഗം പോയി. നോർമൽ ലെവലില് പണ്ട് കാലത്ത് നല്ല രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു കാനഡയും അമേരിക്കയും. ഇപ്പോ ആ വ്യക്തി സ്വാതന്ത്ര്യം അല്ലാണ്ട് ഒന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് സത്യമാണ്, ഇല്ലാന്ന് പണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് ഈ വക കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പണി വരുന്നുണ്ടാവറാച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടിയുടെ കഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെൺകുട്ടി ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പോ ഈ പെൺകുട്ടിയുടെ യാത്ര ഇവർ ട്രാക്ക് ചെയ്തു. ഇവരുടെ അണ്ടർ കവർ ഏജൻസ് കറക്റ്റ് ആയിട്ട് ഈ കൊച്ചു എന്താ പറയാ എയർപോർട്ടിൽ പോണതും അവിടെ നിന്ന് ഇമിഗ്രേഷനിൽ പോയി അങ്ങനെ കയറി പോണ വീഡിയോ ഒരു ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്തിട്ട് അവിടെ പബ്ലിഷ് ചെയ്തു, US പബ്ലിഷ് ചെയ്തു. അതായത് നമ്മുടെ ആപ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കുട്ടികൾ പോയി തുടങ്ങി. അതായത് അവർക്ക് ഇത് മാക്സിമം ആൾക്കാരെ നമ്മുടെ ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞ ഏലിയൻസ് ആണ്, അവരെ മാക്സിമം പുറത്താക്കാനുള്ള എല്ലാ പണിയും പുള്ളി കാണിക്കണം. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവന് അങ്ങോട്ട് ഒരു പ്രൊമോഷൻ കൊടുത്തു. അങ്ങനെയാണ് ഈ സാധനം പുറം ലോകം അറിയുന്നത്. ഇനി കാനഡയിലത്തെ കാര്യം പറഞ്ഞുതരാം. കാനഡയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയാണ് എന്തുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം. കാനഡയിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു സ്റ്റാറ്റസ് ഇല്ലാതെ പല ആൾക്കാരും നിൽക്കുന്നുണ്ട്. ഒരു കണക്കിന് എങ്ങനെയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും ഗതി പിടിക്കുന്നുള്ള ഇതിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പണ്ട് കാലത്ത് വലിയ സ്റ്റൈലില് ഒരു പുലബന്ധമില്ലാത്ത കാര്യത്തിന് പോയിട്ട് സമരം ചെയ്യാൻ പോയിട്ട് പണി മേടിച്ച് കൂട്ടേണ്ട അവസ്ഥ ഇപ്പൊ അമേരിക്കയിലുണ്ട പോലെ നമ്മുടെ കാനഡയിൽ നമ്മുടെ പിള്ളേർക്കും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു എന്താ പറയാ നമ്മൾ പറയില്ലേ കീ കൊടുക്കുമ്പോ ഇങ്ങനെ ചാറിന പാവാ, അതാവാതിരിക്കുക. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കേട്ടിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞേക്കണേ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ കഥ ഒരു പക്ഷെ ആ സമയത്ത് അവര് ചുമ ലൈസൻസ് നമ്പർ മേടിച്ചിട്ട് ആ പൊക്കോ എന്ന് പറയും. പക്ഷെ പിന്നീട് അവര് പറയണ ഓക്കെ പബ്ലിക്കിന് ത്രെട്ട് അത് പ്രശ്നമാണ്, അവ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പോവും. ആ സമയത്ത് ഇപ്പൊ അന്നാ വണ്ടിയിൽ 5 പേരുണ്ടായിരുന്നു, 3 പെൺപിള്ളേരും 2 ആൺപിള്ളേരും. ഇതിനകത്ത് ആരൊക്കെയാണ് ലൈസൻസ് ഉള്ളതെന്നോ ആരൊക്കെ വെള്ളടിച്ചിട്ടുണ്ടെന്നോ ഒന്നും ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല അത്. പക്ഷെ എന്തെങ്കിലും ഒരു ചാർജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വല്ല ക്രിമിനൽ കേസ് പോലത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജമ്പുണ്ടെങ്കിൽ PR കിട്ടാൻ പോകുന്നില്ല. അപ്പോ അവിടെ ഒരു ഏലിയൻസിനെ പോലെ ചവിട്ടി പുറത്താക്കുന്നു. ഇവിടെ അത്ര അങ്ങോട്ട് ആയിട്ടില്ല. കാനഡ ആയതുകൊണ്ടാണ് ഡെത്ത് കാനഡ എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും എന്താ പറയാ അതിന്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാതിരിക്കണത്, മനസ്സിലാവണ്ട. അപ്പോ കാനഡയുടെ ഒരു സാമൂഹിക ജീവിത സാഹചര്യങ്ങള്
നമ്മുടെ കുട്ടികൾ വന്നിട്ട് അത് കൊളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, ഇവിടുത്തെ ആൾക്കാർ കനേഡിയൻസ് ബുദ്ധിമുട്ടുണ്ടാക്കണു. രണ്ട്, നിങ്ങളെ പോലെ തന്നെ സ്റ്റുഡന്റ് വിസ വന്ന് അന്തസ്സായിട്ട് ജോലി ചെയ്ത് PR എടുത്ത് കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അടുത്തൊരു ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നിൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. അവർക്കെല്ലാം നിങ്ങൾ, അതായത് 1000 10 ഉണ്ടാവുള്ളത്, പക്ഷെ 10 മതി. ഈ 10 കാണിക്കണാണ് പ്രൊജക്ട് ഇത് മുകളിലേക്ക് വരിക. ഇപ്പോ US അവിടെ അങ്ങനെ ചെയ്തു. നാളെ കാനഡയ്ക്ക് തോന്നാം ഒരു ആപ്പ് ഉണ്ടാക്കാന്നാ. അത് ഇതാ പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് പകുതി എണ്ണം പോവും. കാരണം ഈ പകുതി എണ്ണത്തിനും ഇവരെന്ത് കാണിച്ചെന്ന് ഇതിന്റെ സീരിയസ്നെസ് ഒരു തേങ്ങ അറിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ വീണ്ടും പറയണ മക്കളെ, ആവേശിക്കുന്നല്ല തന്നെ നിങ്ങളെ ചാടിക്കുന്ന ആൾക്കാര് അവസാനം വരെ ഉണ്ടാവില്ല. ഇപ്പൊ ആ രഞ്ജിനി ശ്രീനിവാസന്റെ കാര്യം കണ്ടില്ലേ? അവള് മര്യാദക്ക് PhD എടുത്തിട്ട് എങ്ങനെ പോണ്ട പെണ്ണുമ്പിള്ള ഇപ്പൊ അവസരം നടി പോകേണ്ടി വന്നു അല്ലേ? അതും ലോകത്തിന് മുഴുവൻ എന്താ പറയാ മാതൃക ആവേണ്ട അവസ്ഥയായി. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് കടക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടും പിടിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. സ്വതവേ തുറപ്പില്ല അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെ നിങ്ങളേക്ക് പുറത്താക്കാന്ന് ഇങ്ങനെ കാനഡ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അത് എങ്ങനെ പണിയുണ്ടല്ലോ എന്നാ ഇരിക്കട്ടെ വരണം എന്നും പറഞ്ഞിട്ട് ഇവരും ഇങ്ങനത്തെ ലാപ്പ് കോപ്പ് കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് തുള്ളാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് നമുക്ക് വീണ്ടും മറ്റു വീഡിയോ കാണാം. എല്ലാം പറഞ്ഞ പോലെ.